അയ്യ വണക്കം. കഴിഞ്ഞ ദിവസമാണ് തിരുവിതാംകൂർ രാജകുടുംബം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൽ രഥത്തിലേറി അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു എന്ന് പറഞ്ഞ് കമ്മിക്കുട്ടന്മാർ സുഡാപ്പികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇത് രാജഭരണമല്ല, ഇത് ജനാധിപത്യമാണ് എന്നുള്ള വലിയ ഘടാഘടിയനായ വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആറാടിയത്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ കമ്മിക്കുട്ടന്മാർ തന്നെയാണ് രാജകുടുംബത്തിനെ ജീപ്പിൽ കയറ്റി ആറ്റുകാൽ പൊങ്കാല കാണിക്കാനായിട്ട് അങ്ങോളം ഇങ്ങോളം സഞ്ചരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പോരാത്തതിന് എന്തിനാണ് ഇവർ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവടിയാർ വാർഡിൽ ഒരേ ഒരു വോട്ടിനാണ് അവിടെ BJP ജയിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് രാജകുടുംബത്തിലെ അമ്മ തമ്പുരാട്ടിയെ ഒന്ന് സോപ്പിട്ട് പതപ്പിച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിപ്പറ്റാനുള്ള ഒരു പരിപാടി ചെയ്തത്. വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതിനെയൊക്കെയാണ് കൃത്യമായിട്ട് ആ എക്സാമ്പിൾ വെച്ച് വിശദീകരിക്കേണ്ടത് എന്ന് പറയേണ്ടത്. ഇനി കഴിഞ്ഞ ദിവസം രാജകുടുംബം രഥത്തിലേറി അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു എന്ന് പറയുന്നതിനെ കുറിച്ച് AH ഹഫീസ് എന്ന് പറയുന്ന കമ്മിക്കുട്ടൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ക്ഷമിക്കണം, മുദ്രപ്പിക്കൽ ജീവിതമാണ് മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് AH ഹഫീസ് എന്ന് പറയുന്ന കമ്മിക്കുട്ടൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നല്ല യമണ്ടൻ കമ്മിയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഇടയിൽ തന്നെ ഇപ്പുറത്തെ രാജകുടുംബത്തിനെ ഒന്ന് പൊക്കി ബാലൻസ് ചെയ്യാൻ നോക്കുമ്പോൾ അപ്പുറത്ത് കുറച്ച് പുരോഗമനം വാരിയിട്ട് ഒന്നുകൂടെ പൊക്കി ബാലൻസ് ചെയ്യാൻ രണ്ട് തുല്യമായിട്ടിരിക്കണമല്ലോ. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. AH ഹഫീസ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് തിരുവനന്തപുരംകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന മാന്യനായ ഒരു പൊതുപ്രവർത്തകനാണ് കവടിയാർ സുനിൽകുമാർ. അദ്ദേഹം മാന്യനായ പൊതുപ്രവർത്തകനാണ്. പിന്നെ പറയുന്നത് CPIM പാർട്ടിയുടെ നന്തൻകോട് ലോക്കൽ സെക്രട്ടറിയാണ്. അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ കവടിയാർ വാർഡിൽ നിന്നും വിജയിച്ച മുൻ കൗൺസിലറാണ് അദ്ദേഹം. അപ്പോൾ പിന്നെ മാന്യനായിരിക്കുമല്ലോ, അവന് പറയേണ്ട ആവശ്യമേ ഇല്ല. ഇടതുപക്ഷമാണെങ്കിൽ മാന്യനായിരിക്കും, മതേതരനായിരിക്കും, സർവോപരി ജനസമ്മതനായിരിക്കും. ബാക്കി എല്ലാവരും കൂറ. എന്ത് തന്നെയായിരുന്നാലും നാടിൻ്റെ ഏത് വിഷയങ്ങളിലും ജാതിമത വർണ്ണ ഭേദമന്യേ ഇടപെടുന്ന വരേണ്യങ്ങളില്ലാത്ത മാതൃകാ പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. ശരീരം കൊണ്ട് അനിയൻ എന്ന് തോന്നുമെങ്കിലും പ്രായം കൊണ്ട് എൻ്റെ ജ്യേഷ്ഠ സഹോദര സ്ഥാനീയനാണ്. ബോഡി ഷെയ്മിങ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ചിരിച്ചുകൊണ്ട് വഴക്ക് പറയാനും ദേഷ്യം കൊണ്ട് സ്നേഹിക്കാനും നല്ലത് നല്ലതെന്നും മോശം മോശമെന്ന് പറയാനും ഞാൻ അധികാരം കൊടുത്ത പ്രിയ സഖാവ് സുനിൽകുമാർ നിൽക്കുന്നത് കവടിയാർ കൊട്ടാരത്തിലാണ് എന്ന് പറഞ്ഞൊരു ഫോട്ടോയും ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പാർട്ടി പ്രതിനിധിയായല്ല കവടിയാറിലെ പൗരസമിതിയുടെ നായകനായ അവിടെ എത്തിയത്. അവിടെ ഒരു ന്യായീകരണമുണ്ട്. കവടിയാറിലെ പൗരപ്രമുഖരുടെ സമിതിയിലെ അംഗമായിട്ടാണ് അവിടെ എത്തിയത്. പാർട്ടി പ്രവർത്തകനായിട്ടല്ല എത്തിയത്. നിങ്ങൾ സഖാക്കളെ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കവടിയാറിലെ ഒരു മറ്റേ സംഭവമായിട്ടാണ് അവിടെ ചെന്നത്. അല്ലാതെ പാർട്ടിക്ക് നമ്മളെ നടയിലെടുക്കൂല കൊട്ടാരത്തിൻ്റെ എന്നുള്ളതിൻ്റെ ഒരു അർത്ഥമാണ് അവിടെ ഉദ്ദേശിച്ചത്. പിന്നെ ഇനി അദ്ദേഹം പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ച് കവടിയാർ ടെന്നീസ് ക്ലബ്ബ് പൗരസമിതി സംഘടിപ്പിച്ച പ്രാദേശിക ആഘോഷ ചടങ്ങുകളിൽ മുഖ്യ അതിഥിയായി തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അമ്മയെ ക്ഷണിക്കാൻ ചെന്നതാണ്. ക്ഷണം സ്വീകരിച്ചാണ് തമ്പുരാട്ടി ചടങ്ങിൽ പങ്കെടുത്തത്. അത് യാതൊരുവിധമായ പാർട്ടി തീരുമാനമല്ല, നാട്ടുകാരുടെ തീരുമാനമാണ്. അയ്യോ പാറ. ഇനി അടുത്തതായിട്ട് പറയുന്നത് തിരുവനന്തപുരം ടെന്നീസ് ക്ലബിന് അപ്പുറവും ഇപ്പുറവും ഞായറാഴ്ച ആളില്ലാത്ത മന്ത്രിമന്ദിരം ഒഴിച്ചാൽ ഉള്ള രണ്ട് പ്രധാന ഭവനങ്ങൾ, ഒന്ന് രാജകുടുംബവും മറ്റൊന്ന് രാജ്ഭവനുമാണ്. ആരെങ്കിലും വിളിച്ചാൽ ഓടിക്ഷണം സ്വീകരിക്കാനും അവിടെയെല്ലാം തമ്പാക്ക് ചവച്ച് തുപ്പാനുമുള്ള രാജ്ഭവനിലെ അതിഥിയെ ഒഴിവാക്കാനാണ് നാട്ടുകാരുടെ എല്ലാ സഹകരണത്തോടെയും നിൽക്കുന്ന ആ കുടുംബത്തിലെ അമ്മ തമ്പുരാട്ടിയെ ക്ഷണിച്ചത്. ആ ഒരു കുത്തിത്തിരിപ്പ് നമ്മൾ കാണാതെ പോകരുത്. അതായത് രാജ്ഭവനിൽ പോയി ഗവർണറെ വിളിച്ചു കഴിഞ്ഞാൽ ഗവർണർ അവിടെയൊക്കെ തമ്പാക്ക് ചവച്ച് തുപ്പും. അതുകൊണ്ടാണ് ഞങ്ങൾ ഗവർണറെ വിളിക്കാതെ ഞങ്ങൾ അമ്മ തമ്പുരാട്ടിയെ അങ്ങോട്ട് ക്ഷണിക്കാനായിട്ട് ചെന്നത് എന്നാണ് നമ്മുടെ ഹഫീസ് പറയുന്നത്. ഈ തമ്പാക്ക് ചവച്ച് തുപ്പുന്ന ഗവർണർ, ആ ഗവർണറുടെ പല്ല് കണ്ടിട്ടാണ് ഇവർ തമ്പാക്ക് ചവച്ച് തുപ്പുന്നത് എന്ന് കളിയാക്കുന്നത്. നമുക്ക് എടാ മോനെ IMSന്റെ പടം ഒന്നിട്ടെ, ഈ ഫോട്ടോ കണ്ടോ? ഗവർണറുടെ പല്ലിനെക്കാട്ടിലും വളരെ മോശപ്പെട്ട പല്ലാണ്. ഗവർണർ ഇപ്പോഴാണ് തമ്പാക്ക് ചവച്ച് തുപ്പുകയായിരുന്നെങ്കിൽ പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന കാലം തൊട്ടേ കാസർഗോഡ് തിരുവനന്തപുരം വരെ തമ്പാക്ക് ചവച്ച് തുപ്പി 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 നടന്നതാണ് EMS നമ്പൂതിരിപ്പാട് എന്ന് ഈ പല്ല് കണ്ടാൽ നമുക്ക് മനസ്സിലാകും എന്ന് ഞാൻ പറയില്ല. കാരണം ബോഡി ഷെയ്മിങ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ തെറ്റല്ലേ മക്കളെ, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇനി അടുത്തതായിട്ട് എന്താണ് ഈ വേട്ടാവളിയൻ പറയുന്നത് എന്നുകൂടെ നമുക്ക് നോക്കാം. അമ്മ തമ്പുരാട്ടി അങ്ങോട്ട് ക്ഷണിച്ചു കഴിഞ്ഞിട്ട് ആ ക്ഷണം സ്വീകരിച്ച് കാൽനടയായി ചെന്ന ആ രാജകുടുംബത്തെ തുറന്ന വണ്ടിയിൽ ആനയിച്ചത് സംഘാടകർ തന്നെയാണ്. ഇത് കൃത്യമായി പറഞ്ഞപ്പോൾ വീണ്ടും ഇതിനു പിന്നിൽ രാഷ്ട്രീയ അജണ്ടയെന്നും സംഘ താല്പര്യങ്ങളാണെന്നും ചൂണ്ടിക്കാട്ടി ഒരുപാട് വിമർശനങ്ങൾ വന്ന സാഹചര്യത്തിൽ കൂടുതൽ കൃത്യതയോടെ വിവരിക്കുകയാണ് എൻ്റെ അയൽവാസികൾ സംഘടിപ്പിച്ച ചടങ്ങിൽ ചെല്ലുകയും
അവരുടെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങി ആനയിക്കപ്പെടുകയും ചെയ്തതിൻ്റെ പേരിൽ നമ്മളിൽപ്പെട്ട ചിലർ തന്നെ കല്ലെറിയുന്ന രാജകുടുംബത്തോട് ആ പൗരസമിതി അംഗമെന്നും സംഘാടക സമിതി അംഗമെന്ന നിലയിൽ ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കുകയാണ്. ഒരു സ്ഥലത്ത് കമ്മികൾ തള്ളക്കി വിളിക്കും, അപ്പുറത്തെ സമയത്ത് ആ തള്ളക്കി വിളി ഞങ്ങൾ തിരിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്, ഒരു പ്രത്യേകതരം ജീവിതമാണ് ഇവരുടെ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹഫീസ് അണ്ണൻ പറയുന്നത് എന്ന് നോക്കാം. ഈ മാപ്പ് ചോദിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ രാജകുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നത് കണ്ടാൽ എൻ്റെ സഖാക്കൾ എന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ട് അടുത്തതൊരു ബാലൻസിങ് വരിയാണ്. എൻ്റെ വീക്ഷണങ്ങളും കൊട്ടാരത്തിലെ വീക്ഷണങ്ങളും തമ്മിൽ വ്യത്യസ്തതയുണ്ട്, യോജിക്കാനാവാത്ത ചില വിശ്വാസങ്ങളുണ്ട്. കറിവേപ്പിലയും പൂവുമടക്കും ആർത്തവകാലത്ത് ഏതെങ്കിലും സ്ത്രീ പൊട്ടിച്ചെടുത്താൽ ആ ചെടി കരിയുമെന്ന് വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ എന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. അച്ചോടാ, നമ്മുടെ അവിടെയുള്ള തമ്പുരാട്ടി ഏതോ ഒരു ന്യൂസ് ചാനലിൽ ചെന്ന് വാവിട്ടൊരു വാക്ക് പറഞ്ഞു, സ്ത്രീകൾ ചെടി പൊട്ടിച്ചെടുക്കുമ്പോൾ ആർത്തവ സമയത്ത് ചെടി പൊട്ടിച്ചെടുത്താൽ ആ ചെടി കരിഞ്ഞു പോകും എന്നൊരു അബദ്ധ ജടിലമായിട്ടുള്ള കാര്യം ആ തമ്പുരാട്ടി പറഞ്ഞു. അത് ഉദ്ധരിച്ചാണ് പുള്ളിക്കാരൻ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ആർത്തവ സമയത്ത് കറിവേപ്പില പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ കറിവേപ്പില കരിഞ്ഞു പോകും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല സഖാക്കളെ എന്നാണ് ഹഫീസ് അണ്ണൻ പറയുന്നത്. അണ്ണ ആദ്യം അണ്ണൻ്റെ മതത്തിലെ പെണ്ണുങ്ങളെ പർദ്ദയ്ക്കകത്തുനിന്ന് പുറത്തിറങ്ങാനും തട്ടം ഒരു ചോയ്സ് ആണെന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാതിരിക്കാനും, കാരണം തട്ടം ചോയ്സ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാക്കപ്പുറത്ത് ഇടിക്കും, അങ്ങനെ പറയിക്കാതിരിക്കാനും, പിന്നെ അവർക്ക് മാനം മര്യാദയ്ക്ക് മുത്തലാക്കുക, അതായത് ഡൈവോഴ്സ് ചെയ്യാനുള്ള നിയമത്തിനെ അനുകൂലിക്കാനും, പിന്നെ ഈ 18 വയസ്സെന്നുള്ളത് 21 വയസ്സാക്കി വിവാഹം കഴിപ്പിക്കാനുള്ള ഒരു നിയമം വരുന്നുണ്ടല്ലോ, അതിനെ അനുകൂലിക്കാനുള്ള ആവിഷ്കാര അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ കിടക്കുകയാണ്. അപ്പോഴാണ് ഇവിടെയുള്ളവരെ കുറ്റം പറയാൻ നിൽക്കുന്നത്. അത് കൊടുത്തിട്ട് അണ്ണൻ ഇങ്ങോട്ട് വാ കേട്ടോ. അപ്പം അണ്ണൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കാം. ഇനി അണ്ണൻ്റെ ബാലൻസിംഗ് പോസ്റ്റിൻ്റെ അടുത്ത വരികൾ എന്ന് പറയുന്നത്, ആ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ കവടിയാറുകാരെയും സംഘിപ്പട്ടം ചാർത്താനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിന് പുച്ഛത്തോടെ തള്ളിക്കളയുകയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന കൊട്ടാരത്തിലെ തമ്പുരാട്ടി ഒഴികെയുള്ള 5 പേരിൽ 4 പേരും കര തീർന്ന സഖാക്കൾ. കരയല്ലെണ്ണ, കറ. ഈ സുഡാപ്പികൾക്ക് വരുന്ന പ്രത്യേകമായിട്ടുള്ള സംഭവമാണ് ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. കറ എന്ന് തന്നെ എഴുതണം. റായാണ്, റാ, രായല്ല, രായാവിൻ്റെ റായല്ല. കറ തീർന്ന സഖാക്കൾ തന്നെയാണ്. അവർ തന്നെയാണ് ഈ ചടങ്ങിലെ എല്ലാവിധ ഗുണദോഷങ്ങളുടെയും ഉത്തരവാദി. ഇന്നലെ തന്നെ, അതെന്താണ് വീണ്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, തിരുവനന്തപുരം വിടേണ്ടി വന്നതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലായിരുന്നു. പങ്കെടുക്കുമായിരുന്നുവെങ്കിൽ ആ ചിത്രത്തിൽ ഞാനും ഉണ്ടാകുമായിരുന്നു. ഇതോടുകൂടി വിവാദം അവസാനിപ്പിക്കണം. അവരെ റാണിയാക്കിയോ രാജാവാക്കിയോ അല്ല ആ ചടങ്ങ് സംഘടിപ്പിച്ചത്. പഴയ രാജകുടുംബത്തിലെ പുതുതലമുറയെ ആദരപൂർവ്വം ആ ചടങ്ങിന് ക്ഷണിച്ചതാണ്. അതിൽ പങ്കെടുത്ത ആദ്യത്തെ വർമ്മ എന്ന ഇളമുറ തമ്പുരാൻ BJPയുടെ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നു എന്ന രീതിയിൽ പോലും പ്രചരണം നടക്കുന്നു. ഇതൊക്കെ വെറുതെ BJPക്ക് ആളെ കൂട്ടിക്കൊടുക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമാണ്. ഇപ്പോഴും ജനാധിപത്യത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കാത്ത കവടിയാർ കൊട്ടാരത്തിലുള്ളവർ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നല്ലാതെ ഇതുവരെ വോട്ട് ചെയ്തതായി ആർക്കെങ്കിലും അറിയുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇത്തരം പ്രചരണ വേദിയിൽ നിന്ന് പ്രിയപ്പെട്ടവർ പിന്മാറണമേ എന്ന് വളരെ വിനയത്തോടെ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുന്നു. അവസാനവും ഒരു കുത്തിത്തിരിപ്പോടാണ് അവസാനിക്കുന്നത്. അതായത് ഇതുവരെ ജനാധിപത്യത്തിൽ വിശ്വാസം വന്നിട്ടില്ല ട്രാവൻകൂർ റോയൽ ഫാമിലിക്ക് എന്നാണ് ഹഫീസ് അണ്ണൻ പറയുന്നത്. അതണ്ണന് ട്രാവൻകൂർ റോയൽ ഫാമിലിയുടെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന ഉരുക്കു മനുഷ്യൻ നമ്മുടെ മുഴുവൻ 562 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. ഈ 562 പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പല കാലങ്ങളിലായിട്ട് ഓടി നടന്നിട്ടുണ്ടായിരുന്നു. 1947 മുതൽ അദ്ദേഹം ഇങ്ങനെ പല നാട്ടുരാജ്യങ്ങളെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഉരുക്കി ചേർത്ത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രം പണിയാനായിട്ട് ഓടി നടക്കുകയായിരുന്നു. നമ്മുടെ നെഹ്റുജി പിറകെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓടി നടക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം തിരുവിതാംകൂറിലും വന്നിട്ടുണ്ട്. അങ്ങനെ തിരുവിതാംകൂറിൽ വന്നപ്പോൾ ആ തിരുവിതാംകൂറിൽ അദ്ദേഹത്തെ അനുഗമിച്ചത് VP മേനോനായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വലം കൈ എന്ന് വേണമെങ്കിൽ നമുക്ക് VP മേനോനെ പറയാം. ആ VP മേനോൻ വന്നപ്പോൾ നമ്മുടെ ട്രാവൻകൂർ രാജകുടുംബം ഇന്ത്യൻ യൂണിയനിൽ ചേരാം എന്ന് പറയുകയും അവർക്ക് വേണമെങ്കിൽ ആ സമയത്ത് ചേരാതിരിക്കാമായിരുന്നു. പക്ഷേ ചേരാമെന്ന് പറയുകയും അവർ പറഞ്ഞത് ഞങ്ങളുടെ പത്മനാഭസ്വാമി ക്ഷേത്രം മാത്രം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തരണം എന്നുള്ളൊരു ആവശ്യവുമാണ് അവിടെ മുന്നിലേക്ക് വെച്ചത്. പിന്നെ അണ്ണൻ്റെ സർക്കാർ ഇപ്പോൾ ഇരുന്ന് ഭരിക്കുന്ന പല കാര്യങ്ങളും പണ്ട് രാജാവ് ഉണ്ടാക്കിയിട്ടതാണ്. KSRTC, PSC, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഹോമിയോപ്പതി മെഡിസിൻ്റെ ഇവിടെയുള്ള പ്രചരണം, പിന്നെ ആയുർവേദ കോളേജ് തുടങ്ങി നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ രാജാവ് തന്ന പല കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തിരുവിതാംകൂർ രാജകുടുംബം തന്ന പല കാര്യങ്ങളും, ആ കാര്യങ്ങൾ കൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എഡ്യൂക്കേഷൻ സെക്ടറിലും ഹെൽത്ത് സെക്ടറിലുമൊക്കെ ഉണ്ടായ വലിയ രീതിയിലുള്ള വളർച്ച, അന്ന് മുതലേ ചെയ്തു തുടങ്ങിയതും വലിയ രീതിയിലുള്ള വളർച്ച ഈ നമ്മുടെ സമൂഹം കോവിഡിൻ്റെ സമയത്ത് വരെ കൈവരിച്ചത് എക്കണോമിക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജകുടുംബത്തിൻ്റെ ചരിത്രം അറിയില്ലെങ്കിൽ ഇങ്ങനെ ജനാധിപത്യത്തിൽ വിശ്വാസമില്ല എന്നൊന്നും പറയാനായിട്ട് നിൽക്കരുത് എന്ന്
മാത്രമേ പറയാനുള്ളൂ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറയേണ്ടത്, രാജാവ് വരുന്ന രഥം കാണുമ്പോൾ മാത്രമാണ് കമ്മികൾക്ക് ഇത്രയും ചൊറിച്ചിലെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ പിണറായി തമ്പുരാൻ വരുന്ന രഥം കാണുമ്പം യാതൊരുവിധ ചൊറിച്ചിലുമില്ല. തലയിൽ നല്ല തലപ്പാവ് വയ്ക്കും. പണ്ട് രാജാവായിരുന്നു തലപ്പാവ് വെച്ചിരുന്നത്, ഇപ്പം ജനാധിപത്യത്തിലെ തമ്പുരാനാണല്ലോ നമ്മുടെ പിണറായി തമ്പുരാൻ എന്ന് പറയുന്നത്. തലയിൽ നല്ല രീതിയിലുള്ള തലപ്പാവ് വയ്ക്കും. തമ്പുരാൻ വരുമ്പോൾ ജനങ്ങളാരും ആ വഴിയിൽ വരാൻ പാടില്ല. തമ്പുരാൻ്റെ വണ്ടി കടന്നു പോയി കഴിഞ്ഞ് പോലീസുകാർ 2 റൗണ്ട് വെടിയും വെച്ച ശേഷം മാത്രമേ ജനങ്ങൾ കടന്നു പോകാവൂ എന്നുള്ളൊരു നിലപാടാണ് പിണറായി തമ്പുരാൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെല്ലാം വഴിയിൽ പിടിച്ചിടും. തമ്പുരാൻ വരുന്ന വഴിയിൽ ആർക്കും കറുത്ത ഉടുപ്പുകളോ കറുത്ത പാൻറ്റുകളോ എന്തിനൊരു കറുത്ത കൊടയോ ഷഡ്ഡിയോ പോലും ഉപയോഗിച്ച് അടുത്തോട്ട് പോകാൻ പറ്റില്ല. ഉടനെ തന്നെ തമ്പുരാൻ്റെ ഫോഴ്സ് ആയിട്ടുള്ള കേരള പോലീസ് എല്ലാവരെയും പിടിച്ചകത്തിടുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. തമ്പുരാനെ പോഴ്ത്തുക മാത്രമേ ചെയ്യാവുള്ളൂ. തമ്പുരാനെ ഇകഴ്ത്തി കഴിഞ്ഞാൽ തമ്പുരാന് കോപം വരും. തമ്പുരാന് കോപം വന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഷിബു ചക്രവർത്തിയെ തമ്പുരാൻ നൈട്രജൻ ബലൂണിൽ കെട്ടിയിട്ട് എയറിലോട്ട് പറഞ്ഞു വിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം അത് പറ്റില്ല, കാരണം തൊട്ടുകൂടായ്മയാണ്. ജനങ്ങളെ വടം കെട്ടി നവകേരള സദസ്സിൽ അങ്ങറ്റം നിർത്തും. എന്നിട്ട് താഴെ ഇരിക്കുന്ന പാവപ്പെട്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ കയ്യിൽ നിന്നും പരാതികൾ വാങ്ങിക്കും. ആ പരാതികൾ വേണമെങ്കിൽ പരിഹരിക്കും. പരിഹരിച്ചാലും ഇല്ലെങ്കിലും തമ്പുരാനോട് യാതൊരുവിധ ചോദ്യങ്ങളും പാടില്ല. പിന്നെ തമ്പുരാനെതിരെ പറയുന്ന മാധ്യമങ്ങൾക്കെതിരെയെല്ലാം തമ്പുരാൻ കേസെടുത്ത് മാധ്യമപ്രവർത്തകരെ ഉള്ളേ തള്ളാനുള്ള പല കാര്യങ്ങളും ചെയ്യും. അങ്ങനെ കേരളത്തിൽ ആഴ്ച പൊളിച്ച് സുഖിച്ച് വാഴ്ന്നുകൊണ്ടിരിക്കുന്ന പിണറായി തമ്പുരാനെ കണ്ട് വളർന്ന നമ്മുടെ കമ്മിക്കുട്ടന്മാർക്ക് രാജകുടുംബത്തെ കാണുമ്പോൾ വലിയ രീതിയിലുള്ള ചൊറിച്ചിലുണ്ടാകും എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.